യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ച. പരിശുദ്ധമായ ഖുർആനിൽ ഈ പേരിൽ തന്നെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ജുമുഅ. അതിൽ നിന്ന് തന്നെ അതിന്റെ മഹത്വം മനസ്സിലായി. സൂറത്തുൽ ളുഹർ എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്തില്ലല്ലോ. 5 വക്ത് നിസ്കാരങ്ങളുടെ അതേ പേര് പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് ഇല്ല, വ്യാഖ്യാനങ്ങളിലുണ്ട് എന്ന് മാത്രം. സൂറത്തുൽ അസർ, അവിടെ അസർ നിസ്കാരം എന്ന അർത്ഥമുണ്ട്. ഇത് സൂറത്തുൽ ജുമുഅ. ജുമുഅ സൂറത്ത് എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ ഉണ്ട്. ഇനി അത് മുഖവിലിക്കെടുക്കാതിരുന്നാലുള്ള അപകടം ചെറിയ ബുദ്ധിയുള്ള ആളുകൾക്കും ചിന്തയുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ചില അപകടമൊന്നും ആ സമയത്ത് അറിയില്ല, അത് അവസാന സമയത്ത് അറിയുള്ളൂ. ചില അപകടങ്ങളൊക്കെ അങ്ങനെയാണ്, ഉടനെ അറിയില്ല, ലാസ്റ്റ് സമയത്ത് അറിയുള്ളൂ. അങ്ങനെ മനുഷ്യ ആയുസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് സമയത്ത് മാത്രം അറിയുന്ന ഒരു ദുരന്തമാണ് ജുമുഅയുടെ ഗൗരവം ഹൃദയത്തിൽ കുറയാന്നുള്ളത്. ജുമുഅ എന്ന ഒരു ഗൗരവമുണ്ട്, അത് ഹൃദയത്തിൽ നിന്ന് ഒലിച്ചു പോയാൽ, ചോർന്നു പോയാൽ അതിന്റെ ദുരന്തം ലാസ്റ്റ് ശ്വാസ സമയത്തെ അറിയുള്ളൂ. അത്ര വലിയ ഗൗരവമാണ്. നേരെ മറിച്ച് ജുമുഅയുടെ ആനുകൂല്യം അനുഭവിക്കാൻ, അതിന്റെ മഹത്വം ബോധ തലത്തിൽ നിറച്ച് ആ ജുമുഅയെ ആത്മീയമായി സ്വീകരിക്കുകയും ആത്മാവിന്റെ പുഷ്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ, അതിന്റെ സുഖവും വസന്തവും അതിന്റെ സൗന്ദര്യവും ഉപകാരവും അതും അവനറിയൽ അന്ത്യശ്വാസ സമയത്താണ്. ഏതായാലും ജുമുഅ അംഗീകരിച്ചു, അതിനെ ബഹുമാനിച്ചു എന്ന കാരണത്താൽ സയ്യിദുൽ അയ്യാമാണല്ലോ, അവസാന സമയം ചിരിച്ചു മരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. ഇമാം തിർമിദി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മാമിൻ മുസ്ലിമിൻ മാത്ത യൗമൽ ജുമുഅ ഔ ലൈലത്തൽ ജുമുഅ ഇല്ലാ വഖാഹുല്ലാഹു മിൻ ഫിത്നത്തിൽ ഖബർ. ജുമുഅയുടെ പകലിലോ രാത്രിയിലോ ഒരു വിശ്വാസി മരിച്ചാൽ അള്ളാഹു ഖബറിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ് എന്നാണ്. ഇത് മഹാനായ ഇബ്നു ഹജർ ഹൈതമി ചർച്ചക്കിടുന്നുണ്ട്. അവരോട് ഒരു ചോദ്യമുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ വെള്ളിയാഴ്ച മരിച്ച ഒരാളെയും ഖബറിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടൂലേ, അവർക്ക് ചോദ്യം ഉണ്ടാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് പ്രതികരണമായവര് പറഞ്ഞത്, തീരെ ചോദ്യം ഉണ്ടാവൂല എന്ന് ഈ ഹദീസിന് അർത്ഥമില്ല. ചോദ്യം അവർക്ക് ഉണ്ടാവും, പക്ഷേ വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടാവും. പവിത്രമായ സമയത്തല്ലോ മരിച്ചത്, ആ മണ്ണിന്റെ മുകളിൽ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മരിച്ചുപോയ ആളുകൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ വലിയ ആനുകൂല്യങ്ങൾ ഖബറിൽ ഉണ്ടാവും എന്നാണ് ആ ഹദീസിന്റെ പൊരുള് എന്ന് മഹാനവറുകൾ മറുപടിയായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുക എന്നുള്ളത് പോലും ഗുണമുള്ള കാര്യമാണ് മുഅ്മിനീങ്ങൾക്ക്. മാത്രമല്ല, ഇവിടെ വളരെ ശ്രദ്ധേയമായ ഓരോ വെള്ളിയാഴ്ചയിലും ഓരോ സംഗതിയാണ് ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത്. സൂറത്തുൽ ജുമുഅയില് ജൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ എന്ന് അല്ലാഹു പറയുന്നത്. ജൂതന്മാരാരാണ്? അവർക്ക് ഉണ്ടായിരുന്ന ജുമുഅയെ കളഞ്ഞു വിളിച്ച ആളുകളാണ്. അവർക്ക് അള്ളാഹു നമ്മെ പോലെ ഏൽപ്പിച്ചിരുന്നു പരിശുദ്ധമായ ഒരു ദിവസം ആഴ്ചയിൽ സയ്യിദുൽ അയ്യാമായിട്ട്. അവരെ അതിന്റെ മഹത്വത്തെ സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി തിരസ്കരിച്ച് കളഞ്ഞു വിളിച്ചു. ആ വിഭാഗത്തെ അള്ളാഹു തആല സൂറത്തുൽ ജുമുഅയിൽ കൈകാര്യം ചെയ്യാൻ, അധ്യായത്തിന്റെ പേര് സൂറത്തുൽ ജുമുഅ എന്ന്. എന്നിട്ട് കൈകാര്യം ചെയ്യുന്ന പേരെയാണ് മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. പരിശുദ്ധമായ ഗ്രന്ഥങ്ങളൊക്കെ കൊടുത്തിട്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിലുള്ള പലതിനെയും സ്വന്തം ഇച്ഛക്ക് വേണ്ടി മാറ്റിമറിച്ച ഈ വിഭാഗം അവർ ഗ്രന്ഥങ്ങൾ ചുമക്കുന്നത് കഴുതകൾ ഭാരം ചുമക്കുന്നത് പോലെയാണ്, ഗ്രന്ഥങ്ങൾ ചുമക്കുന്നത് പോലെയാണെന്ന്. കുതിരകൾ എന്ന് പോലും അല്ല പറഞ്ഞില്ല. കാരണം കുതിരക്ക് കഴുതനേക്കാൾ മഹത്വമുണ്ട്, കുതിരക്ക് കഴുതനേക്കാൾ മഹത്വമുണ്ട്. ഇവരാരാ? അവരെ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ജുമുഅയുടെ മഹത്വം കുറച്ചവരാ. ഇത് കഴിഞ്ഞ ഉടനെ അല്ല പറയാണ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ജുമുഅക്ക് വിളിച്ചാൽ വേഗം പോണട്ടോ. ഈ രണ്ട് ആയത്ത് തമ്മിലൊന്ന് ഘടിപ്പിച്ചു നോക്കാണേ.
ഈ ആയത്ത് തമ്മിലൊരു ബന്ധമുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. ഒരായത്ത് മറ്റൊരായത്തിനോട് എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് പഠിച്ചാൽ വലിയ അത്ഭുതമാണ്. ഖുർആൻ ഇറങ്ങിയ അനുസരിച്ചുകൊണ്ടല്ലോ മുസാഫിലെ ക്രമീകരണം. ഇറങ്ങിയ അനുസരിച്ചുകൊണ്ടാണ് മുസാഫ് ഉണ്ടായിരുന്നെങ്കിൽ മുസാഫ് മറിച്ചാൽ ആദ്യത്തെ സൂറത്ത് ഏതാകുമായിരുന്നു? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ആകേണ്ടിയിരുന്നു. കാരണം അതാണ് ആദ്യം ഇറങ്ങിയത്. പക്ഷെ മുസാഫിലുള്ളത് ആദ്യം അതല്ലല്ലോ. ഖുർആൻ അള്ളാഹു ഇറക്കിയ അനുസരിച്ചുകൊണ്ടാണ് മുസാഫിലെങ്കിൽ അവസാനത്തെ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് എന്നാകേണ്ടിയിരുന്നു. പക്ഷെ അതല്ലല്ലോ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം മുസ്തഫ നബിക്ക് ഇറക്കി കൊടുത്ത വഹയിന്റെ ക്രമം അനുസരിച്ചുകൊണ്ടല്ല മുസാഫ്. മുസാഫ് എങ്ങനെയാണ്? ആയത്തുകൾ ഇറക്കി കൊടുത്താൽ അള്ളാഹു പറയും ഈ ആയത്ത് വേണ്ടത് ഇന്ന സ്ഥലത്താണ്, ഇന്ന സൂറത്തില് ഇന്ന നമ്പറിലാണ് കൊടുക്കേണ്ടത്, ഈ ആയത്ത് വേണ്ടത് ഇന്ന നമ്പറിലാണ്. മുസാഫിലെ ആയത്ത് ഏത് സൂറത്തിൽ എവിടെ കൊടുക്കണം എന്നതും അള്ളാന്റെ അറിയിപ്പാണ്. എന്താ കാര്യം? ഓരോ ആയത്തുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ആകുമ്പോ ഈ രണ്ട് ആയത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ നോക്കണം. ഈ ജൂതന്മാരെ അതിശക്തമായി നിശിതമായി വിമർശിച്ചു. മൃഗങ്ങളിൽ തരംതാണ മൃഗത്തെടുത്തുകൊണ്ട് അവരെ പോലെയാണ് ഇവര് കിതാബും പേറി നടക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം എന്താ? അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളിൽ ഒരു കുഴപ്പം അവരെ ഏൽപ്പിക്കപ്പെട്ട ജുമയുടെ മഹത്വം കളഞ്ഞു ഒളിച്ചു എന്നുള്ളതാണ്. അതിലൊരു തത്വല്ലേ, നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഖുർആൻ അടിസ്ഥാനത്തിലുള്ള സൂറത്തുൽ ജുമുഅ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചോന് അത് പരിഗണിക്കണം, നേരത്തെ പോകണം, സ്പീഡ് പോകണം, പോയിരിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കേൾക്കാതിരുന്നാൽ ഇനി വേറൊരു ഗ്രന്ഥം ഇല്ലാത്തോണ്ടല്ലേ നമ്മളെ കുറിച്ച് കഴുതകൾ അതിൽ കാണാത്തത്. ഉണ്ടാവുമായിരുന്നെങ്കിൽ ഉണ്ടാവൂലേ? അല്ല, ഈ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ ഉലൈക കൽഅൻആമി ബൽ ഹും അദൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഓരോ ജുമുഅയിലും ഓരോ മെസ്സേജ് തരലാണ്. ഇന്ന് ഇത് തരാനാണ് എനിക്ക് തോന്നിയത്. റജബാണ്, നെക്സ്റ്റ് ശഅബാനാണ്, പിന്നെ വരുന്നത് റമദാനാണ്. ഈ 3 മാസങ്ങളിൽ ഇതുവരെ അന്തം വിട്ട് അശ്രദ്ധവാന്മാരായി നടന്ന ആളുകളും ശ്രദ്ധിച്ചാൽ കരപിടിക്കാൻ കഴിയും. നേരെ മറിച്ച് റജബും ശഅബാനും വന്നു പോകണമെന്ന് അറിയണില്ല. റമദാനും വന്നു പോകുമ്പോൾ 4 കുത്തിമാറിൽ അതിന് തറാവീന്ന് ഓമന പേരിട്ടിട്ട് സ്വർഗം കാത്തിരിക്കുകയാണെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കും. അതിന്റെ പേര് നരകം എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റമദാനിൽ രക്ഷപ്പെടണോ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് റമദാനല്ല, റജബാണ്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. റമദാനിൽ രക്ഷപ്പെടണോ എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് റജബാണ്. റമദാൻ 1 തുടങ്ങിയാൽ 3 പോകും. റമദാൻ 1 തുടങ്ങണമെങ്കിൽ 3 പോകും. ഞാൻ അതിന്റെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്. റമദാൻ 1 ഉണ്ടായാൽ ഔദങ്കർക്കല് മുണ്ട് വിരിച്ച് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരെ കാണാം. 1 ചിലപ്പോ താഴേക്ക് ഇറങ്ങിയിട്ട് പടിമേൽ പേപ്പർ ഒഴിച്ചിട്ട് നിസ്കരിക്കും. വരെ 3 കാണൂല. ആദ്യത്തെ 10 അതിന്റെ ഉള്ളിൽ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരും കാണൂല. കാരണം അതൊക്കെ ഒരു പുതുമക്ക് അടിച്ചു കയറിയ ആൾക്കാരാ. കുല്ലു ജദീദിൻ ലദീദ് എന്നുള്ളൊരു തത്വമുണ്ട്. ഒരു പുതുമനോടൊരു അടുപ്പം. റമദാൻ എന്നുള്ളൊരു പുതുമയാണ്. കൊല്ലത്തിൽ വരണല്ലേ. അപ്പം മൂത്താപ്പി അളാപ്പി അമ്മായിക്കൊക്കെ കയറുന്നുണ്ട്, മുപ്പരാണ്ട് കയറിയതാണ്. അത് നല്ല കുമിളായിരിക്കും. കുമിള പെട്ടെന്ന് പൊട്ടിപ്പോകും. നേരെ മറിച്ച് റജബിൽ തുടങ്ങിയാൽ 30 ദിവസം തറാവീനുണ്ടാവും. ഒരാൾ നന്നാവണം എന്ന് ആഗ്രഹിച്ചിട്ട്, റമദാനിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അവന്റെ പക്ഷാതാപം നന്നാവലും കരച്ചിലും അള്ളാഹിനോടുള്ള മാപ്പോർച്ചിലൊക്കെ റജബിലായാൽ പിന്നെ 30 ദിവസം തറാവീക്ക് ഉണ്ടാവും. ആ ഒരു ഇന്ധനം അടുത്ത റമദാൻ വരെ ജീവിക്കാൻ കാരണമാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മളെ വീരാമട്ടിയാക്കാന്റെയും പിന്നെ അബൂബക്കർക്കാന്നാണ് പേര്. നമ്മളൊക്കെ വിളിക്കല് സാറിനെ കോയമ്മ അല്ലെ. അവരെയൊക്കെ പാപ്പ മരിച്ച ദിവസമാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെ പകയാണ് ചായം ചെയ്യുന്നൊക്കെ മുത്തലിമീങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അവരെ വീട്ടിലും പരിപാടി ഉണ്ട്. ഏതായാലും ആ വാപ്പാന്റെ ഹദ്റത്ത്ക്ക് അല്ലാഹു തആല അവരുടെ ചായ സൽക്കാരവും അവർ ചെയ്യുന്ന അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഹദിയകളും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയ ആളുകള് ഒരു ഹദീസിൽ കാണാം, വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന ഒരു പുൽത്തുമ്പിന് വേണ്ടി കൊതിക്കുന്ന ആളുകളെ പോലെയാണ് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിക്കുന്നത് എന്നാണ്. നമ്മൾ ആശുപത്രിയിലായാലും വാപ്പാനെ നോക്കാൻ പോകും. രോഗിണിയായ ഉമ്മാനെ ശുശ്രൂഷിക്കാനും നമ്മളുണ്ടാവും. സ്നേഹമുള്ള ആളുകൾ അവർക്ക് മരുന്ന് കൊടുക്കും, അവർക്ക് വേണ്ട
ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കും. പക്ഷെ മരിച്ചു പോയാൽ പിന്നെ ഓർമ്മയിൽ നിന്ന് അറ്റുപോവാൻ. സത്യത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അവരെ സ്നേഹപ്രകടനം കൊണ്ട് പൊതിഞ്ഞതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്നേഹം ദ്വായൊക്കെ അവർക്ക് ആവശ്യമുള്ളത് ഇപ്പോഴാണ്. അപ്പൊ ആശുപത്രിയിലല്ലോ ICUലല്ലോ അവർ ഇടുക്ക് കൊണ്ടുപോയിട്ട് പോകുന്നല്ലേ, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പൊ അവരെ ഓർത്തുകൊണ്ട് നമ്മൾ ഹദീ ചെയ്യണം, അവരെ ഓർത്തുകൊണ്ട് നമ്മൾ ദ്വാരക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ വിട പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഇവരുടെ പിതാവിന് അള്ളാഹു തആല ഖബർ കണ്ണെത്താ ദൂരത്തേക്ക് വിശാലമായി കൊടുക്കട്ടെ. ഖബർ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശാന്ത സുന്ദരമാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബറിൽ സൗരഭ്യം പരത്തട്ടെ. അള്ളാഹു ഖബർ സൗഗന്ധികമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ എല്ലാവരുടെയും ഖബർ അള്ളാഹു അനുഗ്രഹത്തിന്റെ ആരാമങ്ങളാക്കി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇസ്രാ മിഅ്റാജ് ചോദിച്ച ആളുകൾ ഉണ്ടായിരുന്നു, എന്താണ് എന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമുഅ മുതൽ അതിന്റെ ചർച്ചയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്, ഒരു കുറച്ചൊന്നല്ല. ആയത്ത് ചെറുതാണ്, പക്ഷേ പഠനം വലുതാണ്. അവ ഇന്ന് ജുമുഅ അടക്കം ആ വിഷയത്തിൽ അധിഷ്ഠിതമായിരിക്കും ഖുത്ബയും പ്രസംഗവും. ചോദിച്ച ആളുകളും അല്ലാത്ത ആളുകളും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാൻ വരണമെന്ന് അറിയിക്കുന്നു. ചെറിയൊരു ദുആ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ശരീഫ് അസ്റഫിയാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما صليناه أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والأصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا اللهم وإلى أرواح من دفنوا حوالينا لا سيما إلى حضرة من نويناه بهذا الدعاء اللهم زدهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من أوصانا بالدعاء وقض حوائجنا وحوائجهم واشف أمراضنا وأمراضهم وأد ديوننا وديونهم وأصلح أحوالنا أحوالهم اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين اللهم وإلى أرواح من ماتوا منا اللهم اجعل قبورنا وقبورهم روضة من رياض الجنة ولا تجعل قبورنا وقبورهم حفرة من حفر النيران اللهم بارك لنا في رجب وشعبان وبلغنا رمضان اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.